അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ അറിയാൻ പോകുന്ന കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് ചെടിയിൽ ഉണ്ടാവുന്ന കുരുടിപ്പ് രോഗത്തിനെ കുറിച്ചാണ്. അപ്പൊ എങ്ങനെയാണ് കുരുടിപ്പ് രോഗത്തെ പ്രതിരോധിക്കാം, എങ്ങനെയാണ് കുരുടിപ്പ് രോഗം നമ്മുടെ തോട്ടത്തിൽ വരാതിരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കുരുടിപ്പ് രോഗം എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത് കീടങ്ങൾ വഴിയും രണ്ടാമത് വൈറസ് വഴിയും. ഈ വൈറസ് വഴി ഉണ്ടാകുന്ന കുരുടിപ്പ് രോഗത്തെ പ്രതിരോധിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വൈറസിനെതിരായിട്ട് എന്തെങ്കിലും പ്രയോഗിച്ച് കഴിയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ ചെയ്യാവുന്ന കാര്യം വൈറസ് രോഗം ബാധിച്ചിട്ടുള്ള ഏതെങ്കിലും ചെടി ഉണ്ടെങ്കിൽ വേരോട് പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ തീയിട്ട് നശിപ്പിക്കാറാണ് സാധാരണ ചെയ്യാറ്. അല്ലാതെ നമുക്ക് വൈറസ് രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റു ചെടികളിലേക്കും പകർന്ന് എല്ലാ തോട്ടം മുഴുവൻ നശിച്ചു പോകാനുള്ള ഒരു ചാൻസ് കൂടുതലുണ്ട്. ആ വൈറസ് അറ്റാക്ക് ആണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മൾ അത് കണ്ടെത്തി വേഗം തന്നെ നശിപ്പിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി രണ്ടാമത് കാരണം കീടങ്ങൾ വഴിയുള്ള ഇലക്കുരുടിപ്പാണ്. അതിനും പ്രധാന കാരണങ്ങൾ ഇലപ്പേനും വെള്ളീച്ചയും പോലുള്ള കീടങ്ങളാണ്. അപ്പൊ ഈ ഇലപ്പേനൊക്കെ ചെടിയിൽ വന്നു ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ പെറ്റി വരികയും ഒരുപാട് കോളനികൾ നമ്മൾ ആ ചെടിയിൽ ഉണ്ടാക്കിയിട്ട് ആ ഇലയുടെ തളിര ഇലകൾ നീരൂറ്റി കുടിച്ച് ആ ചെടിയെ പറ്റ കുരുടിപ്പ് പോലെ ആക്കി മാറ്റും. അപ്പൊ ഇങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് അതിന് പുതിയ പൂവോ കായോ ഒന്നും കിട്ടാത്തൊരവസ്ഥ വന്നിട്ട് ചെടി സാധാരണത്തിൽ നശിച്ചു പോകുന്ന രീതിയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെ വെള്ളീച്ച ഇതുപോലത്തെ വന്നിട്ട് മുളക് ചെടിയിലെല്ലാം ഇരുന്നിട്ട് അതിന്റെ നീരൂറ്റി കുടിച്ച് ഇലകളുടെ അടിയിലാണ് വെള്ളിച്ച സാധനം വന്നിരിക്കാറ്. നീരൂറ്റി കുടിച്ച് ആ ചെടിയെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണത എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ വെള്ളിച്ച വന്നിട്ട് നമുക്ക് വെള്ളിച്ച വളരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇലയുടെ അടിയിൽ വെള്ളത്തിൽ ചെറിയ ചെറിയ പ്രാണികളാണ് വെള്ളിച്ചകൾ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടി ഡള്ളായി പോകും. വൈറസുകൾ നമ്മുടെ തോട്ടത്തിൽ പരക്കാനുള്ള ഒരു കാരണം വെള്ളിച്ചയാണ്. ഈ വെള്ളിച്ചകളൊക്കെ വഴിയാണ് വൈറസുകളുടെ വ്യാപനമൊക്കെ തോട്ടങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ തോട്ടത്തിൽ വെള്ളിച്ച ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനെ ഒഴിവാക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ അത് ഒരു പക്ഷേ അത് മറ്റു തോട്ടങ്ങളിൽ നിന്ന് വൈറസുകളുടെ ഒരു വ്യാപനവും നമ്മുടെ തോട്ടത്തിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാരണങ്ങളാണ് നമ്മുടെ മുളക് ചെടി ഉണ്ടാകുന്ന കുരുടിപ്പിന് കാരണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കുരുടിപ്പ് നമുക്ക് ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം. കുരുടിപ്പ് ഒഴിവാക്കാൻ നമുക്ക് വിപണിയിൽ ഒരുപാട് പലതരത്തിലുള്ള സിന്തറ്റിക് ആയിട്ടും നാച്ചുറൽ ആയിട്ടുള്ള പല മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് ഏതാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീടങ്ങൾ വഴി ഉണ്ടാവുന്ന കുരുടിപ്പിനെ ഒഴിവാക്കാനുള്ള ഒരു മരുന്ന് നമുക്ക് പരിചയപ്പെടാം. വൈറസ് വഴി ഉണ്ടാകുന്ന കുരുടിപ്പ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി മറ്റൊരു വീഡിയോ നമുക്ക് പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കീടങ്ങൾ വഴി ഉണ്ടാകുന്ന കുരുടിപ്പ് എങ്ങനെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഒഴിവാക്കാം, അവ ഇനി നമ്മുടെ തോട്ടത്തിൽ വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പരിചയപ്പെടുന്ന മരുന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിത്ര കുമിളാണ്. അപ്പൊ ബ്യുവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ടുള്ള മിത്ര കുമിളിന്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഈ കീടങ്ങളെല്ലാം നശിപ്പിച്ച് കളയും. ഇവിടെ കീടങ്ങളുടെ കോളനി എല്ലാം ഈ മിത്ര കുമിൾ വന്നിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രവണതയുള്ള ഒരു കുമിളാണത്. അതായത് ഒരു ഫംഗസ് ആണ്. ഇത് ചെടികൾക്കോ അല്ലെങ്കിൽ മനുഷ്യർക്കോ യാതൊരു വിധത്തിലുള്ള ദോഷവും ഈ ഫംഗസ് വരുത്തില്ല. പകരം ഇത് കീടങ്ങൾക്കെതിരായിട്ട് ഭയങ്കരമായിട്ട് ആക്രമണകാരിയാണ്. കീടങ്ങൾ ഭയങ്കരമായിട്ട് ആക്രമിച്ച് കീടങ്ങളെല്ലാം നശിപ്പിച്ച് കളയും. അപ്പൊ ഈ ബ്യുവേറിയ ബാസിയാന എന്നിട്ടുള്ള ഈ മിത്ര കുമിള് സാധാരണ മണ്ണിലൊക്കെ കാണപ്പെടുന്ന ഒരു കുമിളാണ്, ഒരു ഫംഗസ് ആണ്. അപ്പൊ ഈ ഫംഗസ് ലാബിൽ പ്രത്യേക രീതിയിൽ വളർത്തി അതിന്റെ സ്പോർസ് ശേഖരിച്ച് വിത്തുകൾ ശേഖരിച്ചിട്ട് അത് ചോക്കുകളായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇവ വിപണിയിൽ പൗഡർ രൂപത്തിലെത്തുന്നത്. ഇത് ലായനിയായിട്ട് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നമ്മൾ ഏത് മേടിച്ചാലും ശരി എല്ലാത്തിനും സെയിം ഗുണം തന്നെയാണുള്ളത്. ഇത് മേടിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ മൊത്തം സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കീടങ്ങൾ എപ്പോഴാണ് ഈ ബ്യുവേറിയമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയം ആ കോണ്ടാക്ട് വന്ന ഉടൻ തന്നെ ബ്യുവേറിയയുടെ വിത്തുകൾ ഈ കീടങ്ങളുടെ ശരീരത്തിൽ പറ്റി പിടിക്കുകയും തുടർന്ന് ഈ വിത്തുകളെല്ലാം ആ ശരീരത്തിൽ വെച്ച് മുളച്ചിട്ട് അതിന്റെ വേരുകൾ ഈ ഫംഗസിന്റെ വേരുകൾ ഈ കീടങ്ങളുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ജലവും അതുപോലെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുത്തിട്ട് ഈ ഫംഗസ് വളരാൻ തുടങ്ങും. അങ്ങനെ വളർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഈ കീടങ്ങളെല്ലാം ഫംഗസ് കൊന്നുകളയും. കീടങ്ങൾ ഒന്നാകെ നശിപ്പിച്ച് കളയുന്നത് മാത്രമല്ല, ഫംഗസ് എപ്പോഴാണോ ഈ കീടങ്ങളുടെ മേൽ പറ്റിപ്പിടിച്ച് വളരാൻ തുടങ്ങുന്നത് അപ്പോൾ തന്നെ ഫംഗസ് ഒരു കോളനിയായിട്ട് വ്യാപിക്കാൻ തുടങ്ങും. കോളനി വ്യാപിച്ച് വളരെ പെട്ടെന്ന് തന്നെ വിഘടനം നടന്ന് വളരെ പെട്ടെന്ന് വലിയൊരു കോളനിയായിട്ട് മാറിയിട്ട് ഈ കീടങ്ങൾ എവിടേക്ക് സഞ്ചരിക്കുന്നു അവിടെയെല്ലാം ഇതിന്റെ വിത്തുകൾ ഈ ബ്യുവേറിയയുടെ വിത്തുകൾ വീണുകൊണ്ടിരിക്കും. അങ്ങനെ വീണ് മറ്റു കീടങ്ങൾ അതിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആ കീടങ്ങൾക്കെല്ലാം ഈ രോഗങ്ങൾ ബാധിക്കും. ഫംഗസ് എല്ലാത്തിനും കുന്നുകളയും ചെയ്യും. അപ്പോൾ അത് ഒരു മിത്ര കീടം അല്ലെങ്കിൽ മിത്ര കുമിൾ എന്ന പേരിലാണ് ബ്യുവേറിയ ബാസിയാന കർഷകർക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ തുച്ഛമായിട്ട് വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ ബ്യുവേറിയ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നാച്ചുറൽ ആയിട്ട് എല്ലാ കീടങ്ങളെയും കൊന്നൊടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു മെച്ചം. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പലരും പറയും ഇത് മനുഷ്യർക്ക് ദോഷമല്ലേ എന്ന് പറയാറുണ്ട്. പക്ഷെ മനുഷ്യർക്ക് ഒരു വിധത്തിൽ ഈ ഫംഗസ് ദോഷം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വാങ്ങിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ജൈവ രീതിയിലുള്ള ഒരു കീട നിയന്ത്രണ മാർഗ്ഗമാണ് മിത്ര കുമിളുകൾ ഉപയോഗിച്ച് കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള കാര്യം. അപ്പം ബ്യുവേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കുമിള് പൗഡർ രൂപത്തിലും അതുപോലെ തന്നെ ലായനി രൂപത്തിൽ ലഭ്യമാണ്. അപ്പൊ നമ്മൾ ലായനി രൂപത്തിലാണ് ഈ മേടിക്കുന്നതെങ്കിൽ നമ്മൾ 5 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്ന് തോതിൽ കലക്കിയിട്ട് നമുക്ക് ചെടികളെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൂടാതെ പൗഡർ രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ തോതിൽ എടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും ഈ കീടങ്ങളെ നിയന്ത്രിക്കാം. എപ്പോഴാണ് സ്പ്രേ ചെയ്ത് തുടങ്ങുന്നത് അപ്പം മുതൽ ഈ ഫംഗസ് ആക്റ്റീവായി തുടങ്ങും. കീടങ്ങളെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 4-5 ദിവസം കൊണ്ട് തന്നെ കീടങ്ങളെല്ലാം ചത്തു തുടങ്ങാൻ തുടങ്ങും. ഈ വെള്ളീച്ചയും അതുപോലെ തന്നെ നമ്മുടെ ഇലക്കുരുടിപ്പിന് കാരണമാകുന്ന ഇലപ്പേനുകളെയൊക്കെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കൊല്ലാൻ പറ്റും. നമ്മൾ ഇലക്കുരുടിപ്പുള്ള ഒരു ചെടിയിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എല്ലാ കീടങ്ങളും നമ്മുടെ ചെടിയിൽ നിന്ന് മാറിയിട്ട് ഇല കൂടുതൽ ഉഷാറായിട്ട് വളരാൻ തുടങ്ങും.
അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വളം കൂടി നൈട്രജൻ അടങ്ങിയ വളം എന്തും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉഷാറായിട്ട് ആ ചെടി വളർന്നു വരുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ബിവേറിയ ബാസിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ വളക്കടയിലും എല്ലാ ഔട്ട്ലെറ്റുകളും ലഭിക്കുന്ന ഒരു വളരെ സിമ്പിൾ ആയിട്ട് ആക്സസ് ഉള്ള ഒരു മിത്രകുമ്പളാണ് ബിവേറിയ ബാസിയാന. നിങ്ങൾക്ക് എളുപ്പത്തിൽ എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് ബിവേറിയ ബാസിയാന. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ മുളക് ചെടിയിലെ കുരുടിപ്പിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും.